ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സുകാരുടെ EVS ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് EVSന്റെ. നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ആണ് ഗ്രീൻ എർത്ത്. ഓക്കെ, നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഗ്രീൻ എർത്ത്. ആദ്യം തന്നെ നമുക്കൊരു പോയം ആണ് തന്നിരിക്കുന്നത്. നമുക്കത് വായിച്ചു നോക്കാം. ഗോ ടച്ച് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. Fly away, fly, little bird. Go touch the green tree and come, little bird. Which tree did the bird touch? What is its name? Can you tell if it is big or small? Fly away, fly, little bird. Go touch the flower and come, little bird. Which flower did the bird touch? What is its name? Can you tell the color of the flower? Fly away, fly, little bird. Go touch the leaf and come, little bird. Which leaf did the bird touch? What is its name? Can you tell the shape of the leaf? ഇതൊരു പോയം പോലെയാണെങ്കിലും ഇത് ശരിക്കും ഒരു ഗെയിം ആണ്. Did you see the children who are singing and dancing? Shall we play this game? ഇതൊരു ഗെയിം ആണ്. ഓക്കെ, ഇവിടെ എന്താ പറയുക കണ്ടോ, ഓരോ പ്ലാന്റിൽ പോയി തൊട്ടിട്ട് വരൂ. ആ പ്ലാന്റിന്റെ ഫസ്റ്റ് പറയുന്നത് ഒരു ട്രീയിൽ പോയി തൊട്ടിട്ട് വരാൻ പറയണം അല്ലേ. ട്രീന്റെ പേരെന്താണ്, അത് ബിഗ് ആണോ സ്മോൾ ആണോ എന്ന് പറയാണ്. അതേപോലെ ഇവിടെ ഫ്ലവറിനെ പോയി തൊട്ടിട്ട് വരൂ. ആ ഫ്ലവറിന്റെ പേരെന്താണ്, അതിന്റെ കളർ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഗെയിം ആണ്. ഓക്കെ, വിച്ച് പ്ലാൻ were you able to touch when you played? അപ്പൊ ഈ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സിൽ പോയി ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആൻഡ് വിച്ച് അതർ പ്ലാന്റ്സ് ഡു യു നോ, അതല്ലാതെ മറ്റേതൊക്കെ പ്ലാന്റ്സ് അറിയാം. ഈ ഗെയിം കളിച്ചു നോക്കാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് വിച്ച് പാർട്സ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. വിച്ച് പാർട്സ് ആണ്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പ്ലാന്റ്സിനെ കുറിച്ചാണ്, ചെടികളെ കുറിച്ചാണ്. അതുപോലെ ചെടികളിലെ പാർട്സ്, ഭാഗങ്ങളെ കുറിച്ചും ആ പാർട്സിന്റെ ഉപയോഗങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, Sarah is drawing the picture of a plant. What are the other parts to add in the picture? Complete the picture and write the parts. അപ്പോൾ ഇവിടെ സേറ ഒരു പ്ലാന്റിന്റെ, ഒരു ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ്. What are the other parts to add in the picture? അപ്പോൾ നോക്കൂ, ഈ ചെടിയുടെ ഒരു സ്റ്റെം മാത്രമാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ എന്തൊക്കെ നമുക്ക് പുതിയതായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ആ ചെടിയുടെ ഏതൊക്കെ ഭാഗങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ട് പ്ലാന്റ്സിന്റെ പാർട്ടുകളുടെ പേരുകളാണ് നമ്മളോട് എഴുതാൻ പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ചിത്രം കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഒരു ചെടിയാണ് അല്ലെ, ഒരു പ്ലാന്റ് ആണ്. എന്തുണ്ടായിരിക്കും, സ്റ്റെം മാത്രമല്ല ലീഫ് ഉണ്ടായിരിക്കും, ഇലകൾ ഉണ്ടാവും, പൂക്കൾ ഉണ്ടാവും, പഴങ്ങൾ ഉണ്ടാവും, ഫ്രൂട്ട്സ് ഉണ്ടാവും അല്ലെ. പിന്നെയോ റൂട്ട് ഉണ്ടാവും. റൂട്ട് ഇല്ലാത്ത പ്ലാന്റ് ഉണ്ടോ? ഇല്ല അല്ലെ, റൂട്ട് ഉണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് എന്ത് പറയുന്നത്, പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഭാഗങ്ങൾ മാർക്ക് ചെയ്യാം. ഇതെന്താ, ഫ്ലവേഴ്സ് അല്ലെ, ഫ്ലവേഴ്സ്. പിന്നെയോ ലീവ്സ്, ഫ്രൂട്ട്സ്, പിന്നെ സ്റ്റെം, തണ്ട് അല്ലെ, അതിനെ നമ്മൾ സ്റ്റെം എന്ന് പറയാം. പിന്നെ വേരുകളെയാണ് നമ്മൾ എന്ത് പറയാ, റൂട്ട് എന്ന് പറയാം. അപ്പൊ ഇതൊക്കെയാണ്, ഇത്രയും ഭാഗങ്ങളാണ് ഒരു ചെടിക്ക്, ഒരു പ്ലാന്റിന് ഉണ്ടാവുക. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എന്തൊക്കെയാണ്, റൂട്ട്, സ്റ്റെം, ലീവ്സ്, ഫ്ലവേഴ്സ്, സീഡ്സ്, ഫ്രൂട്ട്സ് അല്ലെ. അപ്പൊ എല്ലാ ചെടികളിലും ഫ്രൂട്ട്സ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചെടികളിലാണെങ്കിൽ സീഡ് എവിടെ ഉണ്ടാവുക, ഫ്ലവറിൽ തന്നെയാണ് സീഡ് ഉണ്ടാവുക. ഫ്രൂട്ട് വരുന്ന പ്ലാന്റുകളാണെങ്കിൽ സീഡ് എവിടെ ഉണ്ടാവും, വിത്തുകൾ എവിടെ ഉണ്ടാവുക, ഫ്രൂട്ടിന്റെ അകത്താണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചെടിയിൽ ഏതൊക്കെ ഭാഗങ്ങൾ, പ്ലാന്റിൽ ഉണ്ടാവുന്ന പാർട്സ് ഏതൊക്കെയാണെന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉണ്ടാവുക, റൂട്ട്, സ്റ്റെം, ലീവ്സ്, ഫ്ലവേഴ്സ്, സീഡ്സ്, ഫ്രൂട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് let us classify. Do you think all the plants you see are similar? അപ്പോൾ നമ്മൾ കണ്ട എല്ലാ ചെടികളും ഒരേപോലെ, സിമിലർ എന്ന് വെച്ചാൽ ഒരേപോലെയാണോ? അല്ല അല്ലെ. വാട്ട് ആർ ദ ഡിഫറൻസസ്? എന്തൊക്കെയാണ് ആ ചെടികൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഡിഫറൻസ് വരിക? ഒന്ന് സൈസ് ആണ് അല്ലെ. എല്ലാ ചെടിയും ഒരേ സൈസ് ആണോ? അല്ല. ഒരു റോസ് പ്ലാന്റ് എടുക്കാം, ഒരു മാംഗോ ട്രീ എടുക്കാം. റോസും മാംഗോ ട്രീ എന്ന് വെച്ചാൽ മാവ് അല്ലെ. അപ്പൊ റോസും മാംഗോ ട്രീയും ഒരേ സൈസ് ആണോ കാണാൻ? അല്ല, സൈസ് ഡിഫറെന്റ് ആണ്. ഹൈറ്റ് ഒന്നാണോ? അല്ല, ഹൈറ്റിൽ ഡിഫറൻസ് വരും. തിക്നെസ് ഓഫ് സ്റ്റെം എന്ന് വെച്ചാൽ തണ്ടിന്റെ തിക്നെസ്, കട്ടി. അതുപോലെ റോസിന്റെ തിക്നെസ്സും മാംഗോ ട്രീന്റെ തിക്നെസ് ഒരേപോലെയാണോ? അല്ല അല്ലെ. തിക്നെസ് ഓഫ് സ്റ്റെം. പിന്നെ ഫ്ലവേഴ്സ് ഒരേപോലെ ഫ്ലവേഴ്സ് ആണോ? അല്ല. അപ്പൊ എവിടേക്കാണ് ചെടികൾ തമ്മിൽ വ്യത്യാസങ്ങൾ, ഡിഫറൻസ് വരിക? സൈസിൽ വരും, ഹൈറ്റ്, തിക്നെസ് ഓഫ് സ്റ്റെം, ഫ്ലവേഴ്സ്. അതുപോലെ ഇലകൾ തമ്മിലുള്ള ഷേപ്പ്, ഇലകളുടെ ഷേപ്പ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മളിപ്പോ മാംഗോ ട്രീന്റെയും അതേപോലെ ജാക്ക് ഫ്രൂട്ട് ട്രീന്റെ ഒക്കെ ഇലകൾ എടുത്ത് നോക്കൂ, ഒക്കെ ഒരേപോലെയാണോ? അല്ല. അപ്പൊ ലീവ്സ്, ഇലകളുടെ ഷേപ്പിലൊക്കെ വ്യത്യാസം വരും. വിച്ച് പ്ലാന്റ് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ ചിത്രം നോക്കൂ, ഈ ചിത്രത്തിൽ എത്ര ചെടികളാണ് ഉള്ളത്? 9 പ്ലാന്റ്സ് ഉണ്ട് അല്ലെ.
Which plants do you see in the picture? ചിത്രത്തിൽ ഏതൊക്കെ ചെടികളാണ് നിങ്ങൾ കാണുന്നത്? What are the features of their stem? ഈ ചെടികളുടെ തണ്ടിന്റെ സ്റ്റെമ്മിന്റെ പ്രത്യേകതകൾ എന്താണ്? What are the difference in their size? എന്തൊക്കെയാണ് സൈസിൽ വന്ന ഡിഫറൻസസ് എന്തൊക്കെയാണ്? How long will they live? എത്ര കാലം ഈ ചെടികൾ ജീവിക്കും? Mark your observations with a tick in the table. അപ്പോൾ ഇവിടെ കാണുന്ന ടേബിളിൽ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ 3 ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് നെയിം ഓഫ് ദ പ്ലാന്റ് ഉണ്ട്, പിന്നെ സ്റ്റെമ്മ്, സൈസ്, ചെടീന്റെ സൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഹൗ ലോങ് വിൽ ഇറ്റ് ലീവ്? അത് എത്ര കാലം ആ ചെടി ജീവിക്കും? ഇത് 3 കോളമാണ്. അതിന് നമ്മൾ വീണ്ടും 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സ്റ്റെം എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ളതും, പിന്നെ സോഫ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് കൈ വെച്ച് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. അത് ഒരു കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ അത് വീണ് പോകും അല്ലേ? അതാണ് നമ്മൾ സോഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെയോ ഹാർഡ്, നമ്മളിപ്പോ ചെമ്പരത്തിന്റെ റോസിന്റെ ഒക്കെ തണ്ടില്ലേ, അതാണ് ഇവിടെ ഹാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹാർഡ് എന്ന് വെച്ചാൽ മരങ്ങളുടെ ഒക്കെ സ്റ്റെം പോലെ, ഓക്കെ, മാംഗോ, കോക്കനട്ട് പോലെയൊക്കെ മരങ്ങളുടെ ഒക്കെ തണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ സൈസ് എന്ന് വെച്ചാൽ വളരെ ചെറിയ ചെടികള്, പിന്നെ കുറച്ച് ഒരു മിഡിൽ, അതായത് ഒരുപാട് ചെറുതല്ല ഒരുപാട് വലുതുമല്ല, അതാണ് ഇവിടെ ബിഗ്. പിന്നെ വെരി ബിഗ് എന്ന് വെച്ചാൽ വളരെ വലിയ സൈസ് ഉള്ളത്. ഹൗ ലോങ് വിൽ ലീവ് എന്ന് വെച്ചാൽ മന്ത്സ്, കുറച്ച് മാസങ്ങൾ മാത്രം ജീവിക്കുന്നത്, വർഷങ്ങളോളം ജീവിക്കും, പിന്നെ ഒരുപാട് വർഷം ജീവിക്കുന്നത്. ഫസ്റ്റ് തന്നിരിക്കുന്നത് സ്പിനാച്ച് ആണ്. സ്പിനാച്ച് എന്ന് വെച്ചാൽ ചീരനെ നമ്മൾ പറയുന്നതാണ് സ്പിനാച്ച്. അത് നമ്മൾ പച്ച ചീരയൊക്കെ ഇല്ലേ, അതിനാണ് നമ്മൾ സ്പിനാച്ച് എന്ന് പറയാ. സ്പിനാച്ചിന്റെ സ്റ്റെം എങ്ങനെയാണ്? നമ്മൾ കൈ കൊണ്ട് പൊട്ടിക്കാൻ പറ്റും അല്ലേ? സോഫ്റ്റ് ആണ്, സൈസോ സ്മോൾ ആണ്, കുറച്ച് മാസമാണ് ആ ചെടിയുടെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പീരീഡ് അത് ജീവിക്കുന്നത് കുറച്ച് മാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അടുത്തത് ഹിബിസ്കസ് പറയുന്നത് ചെമ്പരത്തിനെ പറയണതാണ്. അതിന്റെ സ്റ്റെം എങ്ങനെയാണ്? കുറച്ച് കട്ടി ഉണ്ടാവും അല്ലേ? വളരെ സോഫ്റ്റ് ആണോ? അല്ല, ഹാർഡ് ആണ്. സൈസ് എങ്ങനെയാണ്? ബിഗ് ആണ്. അതേപോലെ എത്ര കാലം ജീവിക്കും? കുറച്ച് വർഷങ്ങളോളം അത് ജീവിക്കും. മാംഗോ ട്രീ എടുക്കാം. മാംഗോ ട്രീയോ സ്റ്റെം എങ്ങനെയാ? നമുക്ക് എല്ലാം കൈ വെച്ച് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? വെരി ഹാർഡ്. വലിയ മരമൊക്കെയാണ് മാംഗോ ട്രീ, വലിയ മരമായതാണെങ്കിൽ വെരി ഹാർഡ് ആയിരിക്കും സ്റ്റെം. അതുപോലെ സൈസ് വന്ന് വെരി ബിഗ് ആയിരിക്കും. ഒരുപാട് വർഷങ്ങൾ, മെനി ഇയേഴ്സ് അത് ജീവിക്കും. അടുത്ത് നമ്മൾ പാഡിയാണ് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മുടെ നെല്ലിനെ പറയുന്നതാണ് പാഡി. അതെങ്ങനെയാ? സ്റ്റെം സോഫ്റ്റ് ആണ്, സ്മോൾ സൈസ് ആണ്, കുറച്ച് മാസങ്ങളാണ്, മന്ത്സ് ആണ് ജീവിക്കുള്ളൂ. കോക്കനട്ട് ട്രീ വെരി ഹാർഡ് സ്റ്റെം ആണ്, അതിന് വെരി ബിഗ് സൈസ്, മെനി ഇയേഴ്സ്. റോസ് പ്ലാന്റ് ഹാർഡ് സ്റ്റെം ആണ്, ബിഗ് സൈസ്, കുറച്ച് വർഷങ്ങൾ, ഇയേഴ്സ് ജീവിക്കും. ബനിയൻ ട്രീ പിന്നെ ആൽമരം, ഓക്കെ, വെരി ഹാർഡ് സ്റ്റെം, വെരി ബിഗ് സൈസ്, മെനി ഇയേഴ്സ് അത് ജീവിക്കും. ടച്ച് മീ നോട്ട്, നമ്മൾ തൊട്ടാവാടി ചെടി അല്ലേ? നിങ്ങൾ ചിത്രത്തിൽ കണ്ടോ? തൊട്ടാവാടി ഇതാണ് തൊട്ടാവാടി. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ആ ചെടി അങ്ങനെ അതിന്റെ ഇലകൾ അങ്ങനെ മടങ്ങിപ്പോവും അല്ലേ? അതാണ് തൊട്ടാവാടി. ഇംഗ്ലീഷിൽ നമ്മൾ പറയാൻ കുറെ പേരുകളുണ്ട് ഇംഗ്ലീഷിൽ. നമ്മുടെ ഇത് ടച്ച് മീ നോട്ട് പ്ലാന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ തൊട്ടാവാടി എന്ന് പറയും. അത് വളരെ സോഫ്റ്റ് ആയിട്ട് സ്റ്റെം ആയിരിക്കും, സ്മോൾ സൈസ് ആണ്, കുറച്ച് മാസങ്ങളാണ് അത് ജീവിക്കുള്ളൂ, കുറച്ച് മന്ത്സ് മാത്രമേ ജീവിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പ്ലാന്റ്സ്, ഇവിടെ നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചില ചെടികൾ കുറച്ച് മാസങ്ങൾ ജീവിക്കുന്നത്, ചില ചെടികൾ എങ്ങനെയാ കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സം ഇയേഴ്സ്, പിന്നെ കുറേ വർഷങ്ങൾ ജീവിക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ എങ്ങനെ അതിന്റെ സ്റ്റെമ്മ് വെച്ച് വ്യത്യാസമുണ്ട് അല്ലേ? നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് പൊട്ടിക്കുന്ന സ്റ്റെമ്മുകൾ, പിന്നെ കുറച്ച് ഹാർഡ് ആയിട്ടുള്ളത്, പിന്നെ നമുക്ക് വളരെ ഹാർഡ് ആയിട്ടുള്ള സ്റ്റെം, അങ്ങനെ കുറേ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. നമ്മുടെ ചെടികളെ നമ്മളിവിടെ 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 5 ആയിട്ട് നമ്മൾ വേർതിരിച്ചു. ഹെർബ്സ്, shrubs, trees, vine plants, water plants. Okay, അതായത് ഹെർബ്, shrub, tree, വൈൻ പ്ലാന്റ്സ്, വാട്ടർ പ്ലാന്റ്സ്, ഈ 5 തരത്തിലുള്ള ചെടികളെ കുറിച്ചുമാണ് നമ്മൾ പ്രധാനപ്പെട്ട് നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആൻഡ് വൈൻ പ്ലാന്റ്സിനെ നമ്മൾ വീണ്ടും 2 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്രീപ്പേഴ്സ്, വൈൻ പ്ലാന്റ്സ് വെച്ചാൽ വള്ളിച്ചെടികളാണ് ഉദ്ദേശിക്കുന്നത്. ക്രീപ്പേഴ്സും ഉണ്ട്, ക്ലൈംബേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഹെർബ് എന്താണെന്നാണ്. ഹെർബ്സ്, ഓക്കെ, വെരി സ്മോൾ പ്ലാന്റ്സ് വിത്ത് വീക്ക് സ്റ്റെംസ് ആർ കോൾഡ് ഹെർബ്. നോക്കൂ, എന്താ ഹെർബിന്റെ ഡെഫിനിഷൻ? വളരെ ചെറിയ ചെടികളായിരിക്കും, അതിന്റെ സ്റ്റെം തണ്ട് എങ്ങനെയായിരിക്കും? വളരെ വീക്ക് ആയിരിക്കും അല്ലെ? അത് ഒടിഞ്ഞു പോകാൻ പറ്റും, പെട്ടെന്ന് ഒടിയുന്ന സ്റ്റെം ആണ്. വെരി സ്മോൾ പ്ലാന്റ്സ് വിത്ത് വീക്ക് സ്റ്റെംസ് ആർ കോൾഡ് എന്ത്? ഹെർബ്സ്. എക്സാമ്പിൾ ആണ് സ്പിനാച്ച്, ബാൽസം. ബാൽസം എന്ന് വെച്ചാൽ ഏത് ചെടിയാണ്? നമ്മുടെ ഇതാണ് സ്പിനാച്ച്, ചീര കേട്ടോ. ബാൽസ് എന്ന് വെച്ചാൽ ഈ ചെടീനെയാണ് നമ്മൾ ബാൽസ് എന്ന് പറയുക. കാശിത്തുമ്പ എന്നൊക്കെ പറയും ഈ ചെടീന്റെ മലയാളത്തില്. ഇതൊക്കെ എന്താണ്? ഹെർബ്സ് ആണ്. അടുത്തത് വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദ ടേബിൾ. അപ്പൊ നമ്മൾ നമ്മൾ ടിക്ക് ഇട്ടില്ലേ? ആ ടേബിളിൽ നമ്മൾ എന്താണ് പഠിച്ചത്? പല തരത്തിലുള്ള ചെടികളെ കുറിച്ച് പഠിച്ചു അല്ലെ? ഇവിടെ നോക്കൂ, ഒരു ചീരിന്റെ ഒരു ചിത്രം തന്നിട്ടുണ്ട്.
I and my friends are herbs. അപ്പൊ ഞാനും എൻ്റെ ഫ്രണ്ട്സും herbs ആണ്. നമ്മൾ പറഞ്ഞു സ്പിനാച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു herb ആണ്. Can you write down our features? അപ്പൊ ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ എന്നാണ് പറയുന്നത്. ഇവിടെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. Stem is soft. വളരെ soft ആണ് herbsന്റെ stem, തണ്ട് ഉണ്ടാവുക. No deep root എന്ന് വെച്ചാൽ വേരുകൾ ഒരുപാട് മണ്ണിന്റെ ആഴത്തിലേക്ക് പോയിട്ടുണ്ടാവില്ല. അപ്പൊ എന്താ സംഭവിക്കുക? അതൊന്ന് കാറ്റാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പിഴുതെടുക്കാൻ പറ്റും. അതൊന്ന് കാറ്റടിച്ചാലൊക്കെ വീണ് പോകും അല്ലെ? അതാണ് ഡീപ്പ് റൂട്ടിൽ പോയിട്ടില്ലേ, ഡീപ്പ് റൂട്ട് ഇല്ലെങ്കിൽ. പിന്നെന്താണ്? സ്റ്റെം ഇസ് വീക്ക്, വളരെ വീക്ക് ആയിട്ടുള്ള സ്റ്റെം ആയിരിക്കും. ഓക്കെ, അടുത്തത് നമ്മൾ ട്രീസ് ആണ് എഴുതിയിരിക്കുന്നത്. ട്രീസ് വെച്ചാൽ അറിയില്ലേ? മരങ്ങൾ അല്ലെ? ബിഗ് ആൻഡ് ടോൾ പ്ലാന്റ്സ് ആർ കോൾഡ് ട്രീസ്. എക്സാമ്പിൾസ് നമുക്ക് എന്താ എഴുതാം? മാംഗോ, കോക്കനട്ട്, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അല്ലെ? മരങ്ങൾ ഉണ്ട്, മാംഗോ, കോക്കനട്ട്. അപ്പൊ ഇവിടെ അടുത്ത് എഴുതാൻ പറയുന്നത് ഡു യു നോ ആസ്, ഞങ്ങൾ അറിയില്ലേ? വി ഗ്രോ വെരി ടോൾ, ഞങ്ങൾ വളരെ ഹൈറ്റിൽ വളരും. വി ആർ ട്രീസ്, ഞങ്ങളാണ് മരങ്ങൾ. പ്ലീസ് റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്. അപ്പൊ ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. വെരി ഹാർഡ് സ്റ്റെം, നല്ല കട്ടിയുള്ള തണ്ടുകളായിരിക്കും. വെരി ഹാർഡ് സ്റ്റെം ആണ്. ദേ ലീവ് ഫോർ മെനി ഇയേഴ്സ്, ഒരുപാട് വർഷം ജീവിക്കും അല്ലെ? മരങ്ങൾ ഒരു മാവും നമ്മൾ വെട്ടിക്കളിയല്ല, അല്ലാതെ ഒരുപാട് വർഷം ജീവിക്കില്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. ദേ ലീവ് ഫോർ മെനി ഇയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് shrubs. Very small plants with hard stems are called herbs. ചെറിയ ചെടികൾ തന്നെയായിരിക്കും, പക്ഷെ എന്താണ്? ഹാർഡ് സ്റ്റെംസ്, സ്റ്റെം എങ്ങനെയായിരിക്കും? കട്ടി ഉണ്ടാവും അല്ലെ? അതാണ് ഹെർബ് എന്ന് പറയാം. നമ്മൾ ഹിബിസ്കസ്, റോസ് പ്ലാന്റ് ഒക്കെ എന്താണ്? shrub ആണ്. ഹിബിസ്കസ് പറഞ്ഞാൽ ചെമ്പരത്തി, റോസ്. Though we are small, our stems are pretty hard. ഞങ്ങൾ ചെറുതാണെങ്കിലും ഞങ്ങളുടെ സ്റ്റെം എങ്ങനെയാണ്? ഹാർഡ് ആണ്. We are called shrubs. ഞങ്ങളെയാണ് എന്ത് പറയുക? shrubs എന്ന് പറയുക. Write down our features. അപ്പൊ ഞങ്ങളുടെ പ്രത്യേകത എഴുതൂ. ഹാർഡ് സ്റ്റെം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ? കട്ടിയുള്ള സ്റ്റെം, തണ്ടാണ്. സ്ട്രോങ് സ്റ്റെം ആണ്, നല്ല സ്ട്രോങ് ആണ്, പെട്ടെന്നൊന്നും ഓടിയില്ല. ഡീപ്പ് റൂട്ട്, അത്യാവശ്യം അടിയിലേക്ക് വേരുകൾ പോയിട്ടുണ്ടാവും. Who else belong to the group of spinach, hibiscus and mango tree? നമ്മൾ സ്പിനാച്ചിനെയും ഹിബിസ്കസിനെയും മാംഗോ ട്രീനെയും ഈ ഗ്രൂപ്പിലേക്ക് വേറെ ആരെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ പഠിച്ച മൂന്നെണ്ണം ഏതൊക്കെയാണ്? ഹെർബ് പഠിച്ചു, ഷ്രബ് പഠിച്ചു, ട്രീ പഠിച്ചു അല്ലെ? അപ്പൊ ഹെർബിന്റെ ഒരു എക്സാമ്പിൾ സ്പിനാച്ച് ആണ് തന്നിരിക്കുന്നത്. വേറെ എന്തൊക്കെ നമുക്ക് എഴുതാം? മണി പ്ലാന്റ്, വീറ്റ്, ബാൽസം. ഷ്രബിന് ഹിബിസ്കസ് എഴുതിയിട്ടുണ്ട്, പിന്നെ ജാസ്മിൻ, റോസ്, ബോഗൻവില്ല. ട്രീന്റെ എക്സാമ്പിൾ മാംഗോ ട്രീ, ബനിയൻ ട്രീ, ജാക്ക് ഫ്രൂട്ട്, കോക്കനട്ട് ട്രീ. ഇനിയും നമുക്ക് ഒരുപാട് നെയിംസിൽ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്ന പേരുകൾ ഹെർബ്സും ഷ്രബ്സും ട്രീസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്യുക. നെക്സ്റ്റ് ഡ്രോ ആൻഡ് കണക്ട്. നമുക്കിവിടെ മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ഷ്രബ് ഉണ്ട്, ഹെർബ് ഉണ്ട്, ട്രീ ഉണ്ട്, കുറച്ച് ചിത്രങ്ങളുണ്ട് അല്ലെ? അതിൽ ഓരോന്നിലേക്ക് മാച്ച് ചെയ്യുക. ഇവിടെ ഇത് പാഡിയാണ്, നെല്ലാണ്. നമുക്ക് നെല്ല് എന്താണ്? ഹെർബാണ് അല്ലെ? ഹെർബാണ്. പിന്നെ എന്താ ഇവിടെ ഹെർബ് തന്നിരിക്കുന്നത്? മുക്കുറ്റി. ഈ മുക്കുറ്റിപ്പൂ കണ്ടിട്ടില്ലേ നിങ്ങള്? നമ്മൾ വഴിയോരങ്ങളിലൊക്കെ ധാരാളമായി കാണുന്ന ഒരു ഫ്ലവർ ആണ് അല്ലെ? മുക്കുറ്റി. ഇതും ഹെർബാണ്. അടുത്തത് പിന്നെ എന്താ? ഹെർബ് നമ്മുടെ സ്പിനാച്ച്, ചീര. നെക്സ്റ്റ് ഷ്രബ്, റോസും. അതുപോലെ ഏതാ? നമ്മുടെ തെച്ചി അല്ലെ? എന്താണ്? തെച്ചിപ്പൂ നമ്മൾ മലയാളത്തിൽ പറയും. അതും എന്താണ്? ഷ്രബാണ്. പിന്നെ ട്രീസ് ആണ്, കോക്കനട്ടും ബനിയൻ ട്രീയും. അതുപോലെ ഷ്രബും ഹെർബും ട്രീയും ഇവിടെ വരയ്ക്കാൻ മാച്ച് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ വൈൻ പ്ലാന്റ്സ് ആണ് പഠിക്കുന്നത്. ഫ്രണ്ട്സ്, വി ആർ വൈൻ പ്ലാന്റ്സ്, വി ടു ആർ ഹിയർ. ഞങ്ങളാണ് വൈൻ പ്ലാന്റ്സ്, വള്ളിച്ചെടികൾ അല്ലെ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ലെറ്റ് us write. അപ്പൊ നമുക്ക് ആദ്യം വൈൻ പ്ലാന്റ്സിന്റെ പ്രത്യേകതകൾ എഴുതാം. സ്പ്രെഡ്സ് ലൈക്ക് എ ക്രീപ്പർ. അപ്പൊ ഒരു ക്രീപ്പറെ പോലെ സ്പ്രെഡ്, അതായത് മത്തൻ ചെടിയൊക്കെ കണ്ടിട്ടില്ലേ? ഇങ്ങനെ പടർന്ന് നിലത്തൂടെ ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ പടർന്ന് പോയിട്ടുണ്ടാവില്ല, നിറയെ വരും. കനോട്ട് സ്റ്റാൻഡ് അപ്പ് അലോൺ, അതായത് നമുക്ക് എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു എന്താണ് സപ്പോർട്ടും ഇല്ലാതെ പിടിച്ച് ഒറ്റയ്ക്ക് കയറി പോകാൻ പറ്റാത്ത ചെടികളാണ് വൈൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിലിങ്ങനെ പടർന്ന് കയറുന്നല്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ നമ്മളിപ്പോൾ റോസ് പ്ലാന്റും ഹിബിസ്കസ് ഒക്കെ നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ്റില്ല. ഇനി എന്തൊക്കെ നമുക്ക് എഴുതാം? വീക്ക് സ്റ്റെം ആണ്, വെരി ലോങ്, നല്ല നീണ്ടിട്ട് പോകുന്ന ഒരു സംഭവമാണ് വൈൻ പ്ലാന്റ്സ് പറയുന്നത്. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ആൻഡ് നോട്ട് ഡൗൺ മോർ എക്സാമ്പിൾസ് ഫോർ വൈൻ പ്ലാന്റ്സ്. വൈൻ പ്ലാന്റ്സ് വേറെ എന്തൊക്കെ നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും? പീ പറയാം അല്ലെ? പയർ, മണി പ്ലാന്റ്, എക്സെട്ര. വൈൻ പ്ലാന്റ്സ് ആർ ഓഫ് ടു ടൈപ്പ്. അപ്പൊ വൈൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ദോസ് ദാറ്റ് സ്പ്രെഡ് ആൻഡ് ഗ്രോ അലോങ് ദ ഗ്രൗണ്ട്. ഒന്നാമത്തെ കൂട്ടർ എങ്ങനെയാന്ന് വെച്ചാൽ നിലത്തിലൂടെ ഇങ്ങനെ പോകും അല്ലെ? അതൊക്കെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൽ കയറി പോവല്ല, നിലത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വളരുന്നതാണ് ഒരു കൂട്ടര്. രണ്ടാമത്തെ ആൾക്കാർ എങ്ങനെയാ?
Those that grow upward by holding on to or by spreading along in support. എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ പടർന്നു കയറുന്നതാണ് മറ്റൊരു കൂട്ടർ. അപ്പൊ ആദ്യത്തെ കൂട്ടത്തിൽ അതായത് താഴത്തൂടെ പോകുന്നവരാണ് ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത്. Those that spread and grow along the ground are called creepers. എക്സാമ്പിൾ എന്തൊക്കെയാ? പംകിൻ, വാട്ടർമെലോൺ ഒക്കെ അല്ലെ. പംകിൻ എന്ന് പറഞ്ഞാൽ മത്തൻ, വാട്ടർമെലോൺ എന്ന് വെച്ചാൽ തണ്ണിമത്തൻ എന്ന് പറയില്ലേ, ആ ഫ്രൂട്ട് ആണ്. അപ്പൊ ഇവരൊക്കെ ക്രീപ്പേഴ്സ് ആണ്. And the climbers, so those that grow upward by holding on to or by spreading along is support. Pepper plant, money plant ഒക്കെ climbers. Pepper plant എന്ന് വെച്ചാൽ കുരുമുളക്, മണി പ്ലാന്റ് ഒക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ എന്താ ക്ലൈംബേഴ്സ് ആണ്. ഓക്കെ, ഇത് രണ്ടുമാണ് വൈൻ പ്ലാന്റ്സ്. അപ്പൊ ഏതൊക്കെയാണ് വൈൻ പ്ലാന്റ്സ്? ക്രീപ്പേഴ്സും ക്ലൈംബേഴ്സും. നെക്സ്റ്റ് പ്ലാന്റ്സ് ഇൻ വാട്ടർ. നമ്മൾ ഇനി അടുത്തത് പഠിക്കുന്നത് വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചാണ്. വെള്ളത്തിൽ വളരുന്ന ചെടികളാണ് വാട്ടർ പ്ലാന്റ്സ്. Plants that grow in water are water plants. What are the features of these plants? Let us write, find out more water plants and note them down. ഇവിടെ കണ്ടോ, ഏതൊക്കെയാണ് വേറെ വാട്ടർ പ്ലാന്റ്സ്? വാട്ടർ പ്ലാന്റ്സിന്റെ ഫീച്ചേഴ്സ് ആണ് എഴുതാൻ പറയുന്നത്. എന്തൊക്കെയാണ് വാട്ടർ പ്ലാന്റ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, സ്റ്റെം സോഫ്റ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ലോട്ടസിന്റെ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെം, തണ്ടായിരിക്കും. They live for few years. എന്താണ്, എല്ലാ വാട്ടർ പ്ലാന്റ്സും അല്ല, ചിലത് മാസങ്ങൾ മാത്രം ജീവിക്കുന്ന വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്, ചിലത് കുറച്ച് വർഷങ്ങളോളം ജീവിക്കുന്ന വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. പക്ഷെ ഒരുപാട് വർഷമൊന്നും, മരങ്ങൾ പോലെ ഒരുപാട് വർഷമൊന്നും ജീവിക്കില്ല, കുറച്ച് വർഷം ഉണ്ടാവുള്ളൂ. അതുപോലെ ഫ്ലോട്ടിംഗ് ലീവ്സ്, ഇലകൾ എങ്ങനെയായിരിക്കും? ഇങ്ങനെ വെള്ളത്തിനകത്ത് മുങ്ങിപ്പോകുന്ന ഇലകളായിരിക്കില്ല, ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പൊങ്ങിക്കിടക്കും. നമ്മൾ ലോട്ടസിന്റെ ഒക്കെ ലീഫ് കണ്ടിട്ടില്ലേ, കുളങ്ങളിലൊക്കെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ലീഫ് ആയിരിക്കും. ഇതുണ്ടോ, വേറെ എക്സാമ്പിൾസ്, ലോട്ടസ് പോലെ വേറെ എക്സാമ്പിൾസ് നമുക്ക് പറയാം. വാട്ടർ ലെറ്റ്യൂസ്, വാട്ടർ ലില്ലി ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്, വാട്ടർ പ്ലാന്റ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അടുത്തത് ഒരു എക്സ്പെരിമെന്റ് ആണ്, അതായത് നമ്മൾ ചെയ്ത് നോക്കാനുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു ആക്ടിവിറ്റി. ലൈഫ് ഇൻസൈഡ് ദ സീഡ്, അതായത് നമുക്ക് വിത്തിന്റെ ഉള്ളിലാണ് ജീവനുള്ളത്. ഒരു വലിയ മരമാണെങ്കിലും ആ മരം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഒരു വിത്തിന്റെ ഉള്ളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. വാവ്, ലൈറ്റ് അറൗണ്ട്, ഐ ആം എബവ് ദ സോയിൽ. കണ്ടോ, ഈ ചെടി പറയുകയാണ് ഞാനിപ്പോൾ മണ്ണിന്റെ മുകളിലാണെന്ന് പറയണം. ഹാവ് യു സീൻ സീഡ്സ് ജെർമിനേറ്റിംഗ്? ലെറ്റ് us germinate a seed. നിങ്ങൾ എപ്പോഴെങ്കിലും വിത്ത് മുളപ്പിച്ചിട്ടുണ്ടോ? ജെർമിനേറ്റ് വെച്ച് മുളപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്കൊരു വിത്ത് ജെർമിനേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ. Fill a transparent glass with sand. ആദ്യം ഒരു ട്രാൻസ്പാരന്റ് ഗ്ലാസ് എടുക്കുക. ട്രാൻസ്പാരന്റ് ഗ്ലാസ് എന്ന് വെച്ചാൽ അറിയില്ലേ, അകത്തുള്ളത് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്ന ഒരു ഗ്ലാസ്. അത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തു, അതിൽ നമ്മൾ കുറച്ച് സാൻഡ് നിറയ്ക്കുക, മണൽ നിറച്ചു. Plant 3 or 4 pea seeds slightly under the sand close to the glass. അതായത് നമ്മൾ ആ സാൻഡിൽ കുറച്ച് താഴേക്കായിട്ട് നമ്മൾ 3 or 4 പയർ വിത്തുകൾ കുഴിച്ചിടുകയാണ്. അതായത് ഗ്ലാസിനോട് ചേർന്നിട്ട് നമുക്കിങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ വിത്ത് കാണാൻ കഴിയണം, അങ്ങനെയാണ് കുഴിച്ചിടേണ്ടത്. ആൻഡ് ആ സാൻഡ് നനയ്ക്കുക. Wet the sand, keep it for a few days. കുറച്ച് നാൾ അങ്ങനെ വെക്കുക. Observe the seed germinate. അപ്പൊ നമ്മൾ ഡെയിലി അത് കുറച്ചിങ്ങനെ നനച്ചു കൊടുക്കണം. അങ്ങനെ ആ സീഡ് ജെർമിനേറ്റ് ചെയ്ത് ആ വിത്ത് മുളച്ചു വരുന്നത് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ? അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ ആ വിത്തിൽ കാണുന്നത്? അതാണ് ചോദിക്കുന്നത്. വിച്ച് പാർട്ട് ഓഫ് ദ സീഡ് വിൽ ജെർമിനേറ്റ് ഫസ്റ്റ്? അപ്പൊ ഒരു ചെടിയുടെ പാർട്സ് നമ്മൾ പഠിച്ചു അല്ലെ, പ്ലാന്റിന്റെ പാർട്സ് നമ്മൾ പഠിച്ചില്ലേ തുടക്കത്തില്? അതിൽ ഏത് ഭാഗമാണ് സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ആദ്യമായി പുറത്തു വരുന്നത്? എപ്പോഴും ഏതൊരു പ്ലാന്റ് ആണെങ്കിലും അതിന് ആദ്യം പുറത്തു വരുന്ന ഭാഗം എന്ന് പറയുന്നത് ആ പ്ലാന്റിന്റെ റൂട്ടായിരിക്കും. ഓക്കെ, റൂട്ടാണ്. റൂട്ടിന് നമ്മൾ ആ ഭാഗത്തിന് നമ്മൾ പറഞ്ഞ പേര് റാഡിക്കിൾ എന്നാണ്. How many days will it take for the first leaf to sprout? ആ ചെടിയിൽ നിന്ന് ആദ്യത്തെ ഇല വരാൻ എത്ര ദിവസം എടുക്കുന്നതാണ് ചോദ്യം. Observe, discuss your findings with friends and write them down in your environmental science diary. Draw pictures too. അപ്പോൾ ഇത് ഒരു എക്സ്പെരിമെന്റ് ആയി ചെയ്തിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ എൻവിറോൺമെന്റൽ സയൻസ് ഡയറിയിൽ എഴുതി അതിന്റെ പിക്ചർ വരയ്ക്കാനാണ് പറയുന്നത്. നെക്സ്റ്റ്, my plant germinate a seed in your home. You should plant the seed where there is light. When the seed germinates and the plant grows, give it the manure needed. You will observe more leaves sprouting in the plant, the stem growing, flowers and fruits appearing. Prepare an activity report like the sample given along with pictures. അപ്പോൾ ഇവിടെ നോക്കൂ, അടുത്ത് നിങ്ങൾക്ക് വീണ്ടും ഒരു ആക്ടിവിറ്റി ചെയ്യാനാണ് പറയുന്നത്. അതായത് ഒരു ആക്ടിവിറ്റി റിപ്പോർട്ടാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇതാണ് ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം നിങ്ങൾ ഉണ്ടാക്കിയ പ്ലാന്റ്, ആ പ്ലാന്റിന്റെ ചിത്രം കൂടി ഇവിടെ കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാൻ പറയുന്നത് വെച്ചാൽ, ഒരു ചെടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു സീഡ് എന്ത് ചെയ്തു? ജെർമിനേറ്റ് ചെയ്തു, മുളപ്പിച്ചെടുത്തു.
യു ഷുഡ് പ്ലാന്റ് ദ ട്രീ. ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ സീഡ് മുളപ്പിച്ചത്. അപ്പൊ അതെന്ത് ചെയ്യണം, ഒരു നല്ല വെളിച്ചമൊക്കെ വെളിച്ചമൊക്കെ കിട്ടുന്ന കൊണ്ടുപോയിട്ട് ആ സീഡ് ആ പ്ലാന്റ് എന്ത് ചെയ്യുന്നു, നടുന്നു നമ്മൾ. ആൻഡ് വെൻ ദ സീഡ് ജെർമിനേറ്റ്സ്, അല്ലെങ്കിൽ ആ സീഡ് വെളിച്ചമൊക്കെ കിട്ടുന്ന കൊണ്ടുപോയിട്ട് നടാനാണ് പറയുന്നത്. വിത്ത് മുളച്ചു വരുന്ന സമയത്ത്, ആ പ്ലാന്റ് വളരുന്ന സമയത്ത് അതിനാവശ്യമുള്ള മാനൂർ എന്ന് വെച്ചാൽ വളമൊക്കെ കൊടുക്കുക, വളമൊക്കെ ഇട്ട് കൊടുക്കണു. യു വിൽ ഒബ്സർവ് മോർ ലീവ്സ് സ്പ്രൗട്ടിങ് ഇൻ ദ പ്ലാന്റ്. അതിന് ദിവസങ്ങൾ കഴിയുന്തോറും എന്ത് വരും, പതിയെ പതിയെ ഇലകൾ വരും, കുറച്ചുകൂടെ സ്റ്റെമ്മൊക്കെ കുറച്ചുകൂടെ തണ്ടൊക്കെ നന്നായി കട്ടിയാവും, ഫ്ലവേഴ്സ് വരും, ഫ്രൂട്ട്സ് വരും. അതൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ ആക്ടിവിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെ വേണം, ആ ഏത് തരത്തിലുള്ള വിത്ത്, സീഡ് ടൈപ്പ് വേണം, ഡേറ്റ് ഓഫ് പ്ലാന്റ്, നിങ്ങൾ എന്നാണ് ആ വിത്ത് കുഴിച്ചിട്ടത് അത് വേണം, ഡേറ്റ് ഓഫ് ജെർമിനേഷൻ എന്ന് വെച്ചാൽ വിത്ത് മുളച്ചു വന്ന ഡേറ്റ് ഓഫ് ദ ഫസ്റ്റ് സ്പ്രൗട്ട്, ആദ്യത്തെ ഇല അല്ലെ, ആദ്യത്തെ ഇല വന്ന ദിവസം, ദ ഡേറ്റ് ഓഫ് 2 leaves appearing, 2 ഇല വന്ന ദിവസം, ദ ചേഞ്ചസ് ഇൻ ദ പ്ലാന്റ് ഇൻ 7 days, അതായത് 7 ദിവസത്തിൽ ആ ചെടിക്ക് വന്ന മാറ്റം, ഹൈറ്റ്, തിക്നെസ്, നമ്പർ ഓഫ് ലീവ്സ് ഒക്കെ എത്ര വന്നു 7 ദിവസത്തിൽ. ദ ഡേറ്റ് ഓഫ് ഫ്ലവറിങ്, ആദ്യത്തെ പൂ വന്ന ദിവസം, ഡേറ്റ് ഓഫ് ഫ്രൂട്ട് അപ്പിയറിങ്, ആദ്യമായിട്ട് ഒരു ഫ്രൂട്ട് വന്നത്, അങ്ങനെയുള്ള ഡേറ്റുകളൊക്കെ നോട്ട് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി റിപ്പോർട്ടാണ് തയ്യാറാക്കേണ്ടത്. ഒരു ആക്ടിവിറ്റിയാണ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ്, പ്ലാന്റ്സ് നോട്ട് ഓൺലി ഫ്രം സീഡ്. നമുക്കറിയാം എല്ലാ ചെടികളും വിത്തിൽ നിന്നാണോ വരുന്നത്? അല്ല അല്ലെ. നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളെല്ലായിടത്തും കാണുന്ന റോസ് പ്ലാന്റ് അല്ലെങ്കിൽ ഹിബിസ്കസ്, ഇതൊക്കെ വളരെ സാധാരണമായി കാണുന്ന ചെടികളാണ് അല്ലെ. ഇതൊക്കെ റോസ് അല്ലെങ്കിൽ ഹിബിസ്കസ്, ചെമ്പരത്തിയൊക്കെ നമ്മൾ വിത്ത് കുഴിച്ചിട്ടിട്ടാണോ വരുന്നത്? അല്ല. അതെങ്ങനെയാണ്? സ്റ്റെമ്മ്, അതിന്റെ തണ്ട് മുറിച്ചിട്ട് കുത്തിയിടുമ്പോൾ ആ തണ്ടിൽ നിന്നാണ് പുതിയ ചെടികൾ വരുന്നത് അല്ലെ. അപ്പൊ എല്ലാ ചെടികളും സീഡിൽ നിന്നാണോ വരുന്നത്? അല്ല. ഇവിടെ നോക്കി ബോയ് എന്താ പറയണത്? See the saplings, they are formed from the root of the curry leaf plant. അപ്പൊ നോക്കൂ, ഇത് curry leaf plant എന്ന് വെച്ചാൽ കറിവേപ്പില. ഇതൊരു കറിവേപ്പില മരമാണ്. അപ്പൊ കുട്ടി പറഞ്ഞു നോക്കൂ, അതാ ഒരു ചെറിയൊരു ചെടി, സാപ്ലിംഗ് എന്ന് വെച്ചാൽ ചെറിയ ചെടി വന്നിരിക്കുന്നു. നോക്കൂ, കറി ലീഫ് പ്ലാന്റിന്റെ റൂട്ടിൽ നിന്ന്, വേരിന്ന് പുതിയ ഒരു ചെറിയൊരു ചെടി വന്നിരിക്കുന്നു. അതിന്റെ കറി ലീഫ് പ്ലാന്റിന്റെ പുതിയൊരു സാപ്ലിംഗ് വന്നിരിക്കുന്നു എന്ന് പറയാണ്. ഇവിടെ ഈ ഗേൾ എന്താ പറയണത്? But the saplings of the miracle leaf plant are formed from their leaves. പക്ഷേ മിറാക്കിൾ ലീഫ് പ്ലാന്റ്, ഈ മിറാക്കിൾ ലീഫ് പ്ലാന്റിന്റെ മലയാളത്തിൽ പറയുന്നത് ഇലമുളച്ചി എന്നാണ് പറയുക. അതായത് അതിന്റെ ലീഫ് കണ്ടോ, ഈ ചെടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതിന്റെ ഇലയിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ആ ഇലയിൽ നിന്നാണ് പുതിയ അതിന്റെ ചെടികൾ, അതിന്റെ സാപ്ലിങ്സ് ഫോം ഉണ്ടാവുന്നത്. ഓക്കെ, ഈ പ്ലാന്റിന് പറയുന്നത് മിറാക്കിൾ ലീഫ് പ്ലാന്റ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിൽ ഇലമുളച്ചി എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചിത്രത്തിൽ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? എല്ലാ ചെടികളും സീഡിൽ നിന്നല്ല ഉണ്ടാവുന്നത്. ചിലത് സ്റ്റെമ്മിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലത് ലീഫിൽ നിന്ന് ഉണ്ടാവും, അതുപോലെ ചിലത് റൂട്ടിൽ നിന്ന് ഉണ്ടാവും. അതിന്റെ പുതിയ സാപ്ലിങ്സ് അതിന്റെ റൂട്ടിൽ നിന്ന് ഉണ്ടാവും. കറി ലീഫ് പ്ലാന്റ് പോലെ. ഇതാണ് ഇലമുളച്ചി. Sarah and her friends decided to plant chetti, hibiscus, Nishagandhi, rose, pumpkin, mango tree, jasmine and kadaplavu for expanding the school biodiversity garden. Classify these plants according to which part of them is planted. Find out more plants in these categories. അതായത് ഇവിടെ സേറയും അവളുടെ കൂട്ടുകാരും ചേർന്നിട്ട് അവരുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ ഈ ഇവിടെ പറയുന്ന പ്ലാന്റ്സ് എല്ലാം നടുകയാണ്. ഓക്കെ, അപ്പൊ ഈ ചെടികൾ ഹിബിസ്കസ്, നിശാഗന്ധി, റോസ് തുടങ്ങിയ ഈ ചെടികളെ എന്ത് ചെയ്യണം? സീഡ് കുഴിച്ചിട്ടിട്ട് വരുന്ന ചെടികൾ, പുതിയ ചെടികൾ ഉണ്ടാക്കാൻ പറ്റുന്നത്, റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നത്, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറയുന്നത്, വേർതിരിക്കാനാണ് പറയുന്നത്. അതിന് കൂടാതെ ഇതിലില്ലാത്ത വേറെ പ്ലാന്റ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കും, അത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ നിന്ന് സീഡിന്ന്, അതായത് വിത്തിൽ നിന്ന് മുളച്ചു വരുന്ന ചെടികൾ ഏതൊക്കെയാ? പംകിനും മാംഗോ ട്രീയും. റൂട്ടിൽ നിന്ന് കടപ്ലാവ്, സ്റ്റെമ്മ് കുഴിച്ചിട്ട് വരുന്നതാണ് ചെത്തി, ഹിബിസ്കസ്, ജാസ്മിൻ, റോസ്. ലീഫിൽ നിന്ന് വരുന്നതാണ് നിശാഗന്ധി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എക്സാമ്പിൾസ് പറയാം. റൂട്ടിൽ നിന്ന്, സീഡിൽ നിന്ന് വരുന്ന വേറെ എന്തൊക്കെ നമുക്ക് എക്സാമ്പിൾസ് പറയാം? ലെമൺ അല്ലെ, നാരങ്ങ, ജാക്ക് ഫ്രൂട്ട് ട്രീ ഒക്കെ പറയാൻ പറ്റും. റൂട്ടിൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് കറി ലീഫ്, കറിവേപ്പില ചെടി. അത് കറിവേപ്പിലിന്റെ പുതിയ സാപ്ലിങ്സ് ഉണ്ടാവുന്നത് അതിന്റെ റൂട്ടിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ നമുക്ക് സ്റ്റെം എന്നൊക്കെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് എഴുതാൻ പറ്റില്ലേ? ലീഫ് ആണെങ്കിലോ ഇലമുളച്ചി, നമ്മൾ പറഞ്ഞ മിറാക്കിൾ ലീഫ് പ്ലാന്റ്, ഇലമുളച്ചി, ഇതൊക്കെ എന്താണ്? ലീഫിൽ നിന്ന് വരുന്ന പ്ലാന്റ്സ് ആണ്, ലീഫിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നമുക്കൊരു എക്സ്പെരിമെന്റാ പറയുന്നത്.
plant parts and their function. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നത് ചെടികളുടെ ഓരോ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ, ഓരോ പാർട്സ് നമ്മൾ പഠിച്ചു. ഇനി ആ പാർട്സിന്റെ ഫംഗ്ഷൻ എന്താണ്, ആ പാർട്സിന്റെ ജോലി, അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. Why does a plant have different parts? Are all the parts important? അപ്പോൾ എന്തിനാണ് ചെടികൾക്ക് പല പാർട്സ്, പല ഭാഗങ്ങൾ എന്തിനാണ്, എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടന്റ് ആണോ എന്നാണ് ഇവിടെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഈ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. Place 3 test tubes in a stand. ഒരു സ്റ്റാൻഡിൽ ഇതുപോലെ കുട്ടി ചെയ്തിരിക്കുന്നുണ്ടോ, ഇതുപോലെ 3 ടെസ്റ്റ് ട്യൂബ് വെക്കുന്നു. Fill the first test tube with water. ആദ്യത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക, കുറച്ച് വെള്ളം നിറച്ചു. Fill the second test tube with red color water in the same amount. അപ്പോൾ ഒന്നാമത്തെ ഗ്ലാസ് എത്ര വെള്ളം എടുത്തോ അത്രയും തന്നെ റെഡ് കളർ വാട്ടർ അടുത്ത ടെസ്റ്റ് ട്യൂബിൽ നിറച്ചു. Keep the third test tube without water. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട, അത് എംപ്റ്റി ആയിട്ട് കാലിയാക്കി വിടുക, അതിൽ വെള്ളം ഒന്നും ഒഴിക്കണ്ട. Keep 3 clear weed plants mashitand of the same size and undamaged roots in the sunlight for 10 minutes and then keep them in separate test tubes. എന്താ ചെയ്യാൻ പറയുന്നത്, അത് നിങ്ങൾ 3 ക്ലിയർ വീഡ് പ്ലാന്റ് എന്ന് വെച്ചാൽ മഷിത്തണ്ടാണ്. മഷിത്തണ്ട് ഒരു ചെടിയാണ്. ആ ചെടി എന്ത് ചെയ്യാം, ഒരേ സൈസിലുള്ള 3 മഷിത്തണ്ടിന്റെ ചെടി എടുത്തു. അതിന്റെ നല്ല റൂട്ടൊക്കെ വേരുകളൊക്കെ ഉള്ള 3 ചെടികൾ എടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, അതിന് കുറച്ച് നേരം 10 മിനിറ്റ് വെയിലത്ത് വെച്ചു. എന്നിട്ട് ഈ ഓരോ ടെസ്റ്റ് ട്യൂബിലായിട്ട് ഓരോ ചെടികൾ ഇട്ടു. Keep the test tubes in a place where they can get sunlight. എന്നിട്ട് നല്ല സൺലൈറ്റ്, സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ട്യൂബ് വെക്കുക. Observe the changes happening to the plants and the water in the test tubes. What changes can you see? എന്നിട്ട് എന്ത് ചെയ്യാനാ പറയുന്നത്, ഈ ചെടിയും ആ വെള്ളത്തിനും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. What changes can you see? What happened to the plant in the test tube without water? What is the reason? How did the color of the plant stems in the second test tube change? What is the role of the root in this change? Write your findings as an experiment note in your environmental science diary. Don't forget to draw the pictures. അപ്പോൾ എന്താ ചെയ്യാൻ പറയുന്നത്, ചിത്രമൊക്കെ വരച്ചിട്ട് നിങ്ങളുടെ എക്സ്പെരിമെന്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളുടെ എൻവയോൺമെന്റൽ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. അത് നോക്കൂ, നമുക്ക് എങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ എന്താ മനസ്സിലാക്കാൻ പറ്റുക, ഈ നമ്മൾ എന്താണ് what changes can you see? What happened to the plant in the test tube without water? വെള്ളം ഒഴിക്കാതെ വെച്ച ടെസ്റ്റ് ട്യൂബിലെ പ്ലാന്റ്സ് വാടിയിട്ടുണ്ടാവും അല്ലേ. അതുപോലെ വെള്ളം ഒഴിച്ചു വെച്ച പ്ലാന്റ് എന്തായിരിക്കും, നല്ല ഉഷാർ, നന്നായി അങ്ങനെ തന്നെ നിന്നിട്ടുണ്ടാവും, വാടിയിട്ടൊന്നും ഉണ്ടാവില്ല. അതേസമയം റെഡ് കളർ വാട്ടർ ഒഴിച്ചു വെച്ചിരിക്കുന്ന ആ ടെസ്റ്റ് ട്യൂബിലെ പ്ലാന്റിലെ തണ്ട്, അതിന്റെ സ്റ്റെമ്മും അതിന്റെ ലീഫൊക്കെ എന്തായിട്ടുണ്ടാവും, റെഡ് കളർ ആയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ എന്തുകൊണ്ടാണെന്നുള്ള റീസൺ എന്താണെന്ന് നമുക്ക് ഈ ബോക്സ് വായിക്കുമ്പോൾ മനസ്സിലാവും. പ്ലാന്റ്സ് പ്രിപ്പയർ ദ ഫുഡ് ദാറ്റ് ദേ നീഡ് ഇൻ ദർ ലീവ്സ്. ചെടികള് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുക. ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഇലകളിൽ വെച്ചിട്ടാണ്, ലീവ്സിൽ വെച്ചിട്ടാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുന്നത് വഴിയാണ് ദിസ് ഇസ് യൂസ്ഡ് ഫോർ ദെയർ ഗ്രോത്ത്. ആ ചെടികളുടെ വളർച്ചയ്ക്ക് അത് ആവശ്യമാണ്. ദ റിമൈനിങ് ഫുഡ്, അത് ആവശ്യമുള്ള ഫുഡ് എടുത്തിട്ട് ബാക്കിയുള്ള ഫുഡ് സ്റ്റോർഡ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്, ചെടികളിലെ മറ്റു ഭാഗങ്ങളിൽ എന്ത് ചെയ്യും, സൂക്ഷിച്ചു വെക്കും, സ്റ്റോർ ചെയ്ത് വെക്കും. അതർ ഓർഗാനിസം യൂസ് ഇറ്റ് ആസ് ദെയർ ഫുഡ്. മറ്റു ഓർഗാനിസംസ് അതെന്ത് ചെയ്യും, അതിന്റെ ഫുഡായിട്ട്, ആ ഓർഗാനിസത്തിന്റെ ഫുഡായിട്ട് അത് ഉപയോഗിക്കും. ഇതാണ് നമ്മുടെ പ്ലാന്റ്സിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞ സ്റ്റെമ്മും ലീഫും റൂട്ടിനൊക്കെ ഓരോരോ ഫംഗ്ഷൻ ഉണ്ട്, അതിനോരോ എന്തുണ്ട്, അതിൻ്റെതായ ജോലികൾ, അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ഉണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ സ്റ്റെമ്മിന്റെ ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ മാച്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെം എന്ന് വെച്ചാൽ തണ്ടിന്റെ ഒരു ഫംഗ്ഷൻ എന്താ, ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്. അപ്പോൾ നമുക്കറിയാം റൂട്ടിനെയും ലീഫിനെയും തമ്മിൽ, വേരിനെയും ഇലകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആരാണ്, സ്റ്റെമ്മാണ്, തണ്ടാണ് അല്ലെ. അപ്പൊ ഈ വേരാണ് വെള്ളവും അതുപോലെ ന്യൂട്രിയൻസും ഒക്കെ വലിച്ചെടുക്കുന്നത്. അപ്പൊ അത് ലീഫിലേക്ക് എത്തണം, ലീഫിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അവിടെ എത്തണം, അവിടെ എത്തിക്കുന്നത് ആരാണ്, സ്റ്റെമ്മാണ്. അപ്പൊ വാട്ടറും അതുപോലെ ചെടികൾക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസും എല്ലാം റൂട്ട് അബ്സോർബ് ചെയ്തത് ലീഫിലേക്ക് എത്തിക്കുന്ന, ക്യാരി ചെയ്യുന്നത് ആരാണ്, സ്റ്റെമ്മാണ്. ഓക്കെ, അടുത്തത് ലീഫ്. ലീഫിന്റെ പ്രത്യേകത എന്താ ചെയ്യുക, പ്രിപ്പയർ ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. ചെടികൾക്ക് ആവശ്യമുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു ലീഫ്, ഇലകള്. അടുത്തത് റൂട്ട്, ഫിക്സ് ദ പ്ലാന്റ്സ് ഇൻ ദ സോയിൽ. അപ്പൊ മണ്ണിലെ ചെടികളെ പിടിച്ചു നിർത്തുന്നത്, ഫിക്സ് ചെയ്ത് വെക്കുന്നത് ആരാ, റൂട്ട്, വേരുകളാണ്. വേരില്ലെങ്കിൽ ചെടിക്ക് മണ്ണിൽ നിൽക്കുവോ, ഇല്ല അല്ലെ. പിന്നെ ഒരു ഫംഗ്ഷൻ എന്താ വെച്ചാൽ അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ് ഫ്രം ദ സോയിൽ. മണ്ണിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെ. ചെടിയിലേക്ക് എങ്ങനെ എത്തുക, ഈ റൂട്ടാണ് ആ വെള്ളം വലിച്ചെടുക്കുന്നത്, അബ്സോർബ് ചെയ്തെടുക്കുന്നത്, വാട്ടേഴ്സും ന്യൂട്രിയൻസും വലിച്ചെടുത്തിട്ട് മണ്ണിൽ നിന്ന് ചെടിക്ക് ആവശ്യമുള്ള വെള്ളവും ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കുന്നത് ആരാ, റൂട്ടാണ്. അപ്പൊ റൂട്ടിന്റെ 2 ഫംഗ്ഷൻ ആണ് ഇവിടെ ഉള്ളത് അല്ലെ. അപ്പൊ നമ്മൾ സ്റ്റെമ്മിന്റെയും ലീഫിന്റെയും ഫംഗ്ഷൻസ് പഠിക്കുക. നെക്സ്റ്റ്,
അടുത്ത നമ്മൾ ലീവ്സിനെ കുറിച്ച്, ഇലകളെ കുറിച്ച്, പല തരത്തിലുള്ള ഇലകളുണ്ട്, ഇലകളെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ലിസ്റ്റിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ദിയർ ലീവ്സ്. അപ്പൊ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ പോയി ഒബ്സർവ്, സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഒബ്സർവ് ചെയ്തിട്ട് ഇലകളിൽ പല തരത്തിലുള്ള ഇലകൾ ഒബ്സർവ് ചെയ്തിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമത്തെ എഴുതിയിരിക്കുന്ന പ്ലാന്റ് തുമ്പയാണ്. തുമ്പ പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തുമ്പപ്പൂ വളരെ ചെറിയ വെള്ള കളർ പൂവാണ് അല്ലെ തുമ്പപ്പൂവ്. അപ്പൊ ആ പ്ലാന്റ് തുമ്പ പ്ലാന്റിന്റെ ലീഫിന്റെ ഷേപ്പ് എങ്ങനെയാണ്? ലോങ് ആൻഡ് ടാമ്പറിംഗ് ആണ്. ടാപ്പറിംഗ് എന്ന് വെച്ചാൽ എന്താ? ടാപ്പറിംഗ് എന്ന് വെച്ചാൽ ഇലകളുടെ തറ്റത്തിലേക്ക് എന്താ കൂർത്ത ഇലകളായിരിക്കും. ഓക്കെ, അതാണ് ടാപ്പറിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഡു ലീവ്സ് സ്മെൽ, അതായത് ഇലകളിൽ മണം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തുമ്പച്ചെടിയുടെ ഇല സ്മെല്ല് എങ്ങനെ, എന്തെങ്കിലും സ്മെല്ല് മണം ഉണ്ടോ? യെസ്. കളർ ഓഫ് ദ ലീവ്സ് എന്താ? ഗ്രീൻ ആണ് അല്ലെ. അടുത്ത ഇതുപോലെ വേറെ ചെടികൾ ഒബ്സർവ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ കറി ലീവ്സ്, കറിവേപ്പിലാണ് എഴുതിയിരിക്കുന്നത്. എന്റെ ലീഫ് എങ്ങനെയാണ്? സ്മോൾ ആൻഡ് ഷോർട്ട് ആണ്. സ്മെല്ല് ഉണ്ട് അല്ലെ, ഇലയ്ക്ക് ഒരു മണം ഉണ്ടാവും. യെസ്. ലീഫിന്റെ കളർ ഗ്രീൻ. അടുത്ത നമ്മൾ ജിഞ്ചർ ആണ് എഴുതിയിരിക്കുന്നത്. ജിഞ്ചർ എന്ന് വെച്ചാൽ ഇഞ്ചി. ഇഞ്ചിയും ലോങ് ആൻഡ് ടാപ്പറിംഗ് ആണ്. ലീഫ് വളരെ നീണ്ടതായിരിക്കും. അതുപോലെ അതിന്റെ തറ്റത്തോട്ട് പോകുന്തോറും, ഇലയുടെ തറ്റത്തിലേക്ക് പോകുന്തോറും കൂർത്തിട്ടായിരിക്കും. ആൻഡ് ലീഫിന് സ്മെല്ല് ഉണ്ടാവും. യെസ്. അതുപോലെ കളർ ഗ്രീൻ ആണ്. പിന്നെ നമ്മൾ എഴുതിക്കുന്നത് അമരാന്തസ് ആണ്. അമരാന്തസ് എന്ന് വെച്ചാൽ ചുവന്ന ചീരനെ പറയുന്നതാണ് കേട്ടോ, അമരാന്തസ്. അതിന്റെ ഷേപ്പ് ഹേർട്ട് ഷേപ്പ് ആണ്. നമ്മൾ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നോ. ലീഫിന്റെ കളർ റെഡ് ആണ്. വാട്ട് ഡിഫറൻസ് ഡിഡ് യു ഫൈൻഡ്? ട്രൈ ടു റൈറ്റ് ദം ഡൗൺ. അപ്പൊ എന്ത് വ്യത്യാസങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലായത്? അതിവിടെ എഴുതാനാണ് പറയുന്നത്. ലീഫ് ഓരോ ചെടികളിലും ഇലകൾ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലായ കാര്യം. ദർ ഇസ് വെറൈറ്റി ഇൻ കളർ. നമുക്ക് മനസ്സിലായി. എല്ലാ ചെടികളിലും ലീഫ് ഒരേ കളറാണോ? അല്ല. ചിലതിന് ഗ്രീൻ കളർ ഉണ്ട്, യെല്ലോ കളർ ഉണ്ട്, റെഡ് കളർ ഉണ്ട് അല്ലെ, പല കളറുകളിലുണ്ട്. ദർ ഇസ് വെറൈറ്റി ഇൻ കളേഴ്സ്. കളേഴ്സ് ഒരുപാട് തരത്തിലുണ്ട്. അവരുടെ സ്മെല്ല് എന്താണ്? ഡിഫറൻസ് ഉണ്ട് അല്ലെ, ഡിഫറൻസ് ഇൻ സ്മെല്ലിൽ ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ദർ ഇസ് വെറൈറ്റി ഷേപ്പ്. അവരുടെ ഷേപ്പും വ്യത്യാസമുണ്ട്. പ്ലേസ് ദ ലീവ്സ് അണ്ടർനെത്ത് ദ പേപ്പർ ആൻഡ് ഡ്രോ ഓവർ ഇറ്റ് വിത്ത് ക്രയോൺ. ഒബ്സർവ് ദ പാറ്റേൺസ്. അതുപോലെ എന്ത് ചെയ്യാനാ പറയുന്നത്? ഏതെങ്കിലും ഇലകളൊക്കെ എടുത്തിട്ട് പേപ്പറിന്റെ അടിയിൽ വെച്ചിട്ട് അതിന് മേലെ കൂടെ ക്രയോൺസ് വെച്ച് വരയ്ക്കാനാണ് പറയുന്നത്. അങ്ങനെ പാറ്റേൺസ് ഉണ്ടാക്കാൻ, ഓരോ ഇലകളുടെ പാറ്റേൺസ് വരച്ചു നോക്കാനാണ് പറയുന്നത്. ചെയ്ത് നോക്കുക. നെക്സ്റ്റ്, ലീഫ് ഫിഗേഴ്സ്. ലീഫ് ഫിഗേഴ്സ് പോലെ ഉണ്ടാക്കി നോക്കാം. എന്താണ് ലീഫ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ? സീ ദ ഫിഗേഴ്സ് ഓഫ് ക്രിയേഷൻസ് മെയ്ഡ് യൂസിങ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ലീഫ്. ക്യാൻ യു മേക്ക് സിമിലർ ഫിഗേഴ്സ്? അപ്പൊ ഇതുപോലെ പല തരത്തിലുള്ള ഇലകൾ ഉപയോഗിച്ച് ഇതുപോലെയുള്ള ഓരോ ചിത്രങ്ങൾ ഉണ്ടാക്കി നോക്കാനാണ് പറയുന്നത്. ഇതൊക്കെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ, അതൊക്കെ ചെയ്ത് നോക്കുക. നെക്സ്റ്റ്, വെറൈറ്റി ഇൻ ഫ്ലവേഴ്സ്. അപ്പൊ നമ്മൾ ലീവ്സ് കഴിഞ്ഞു, അടുത്ത് നമ്മൾ ഫ്ലവേഴ്സിൽ വരുന്ന, പൂക്കളിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇവിടെ ഏത് പൂവാ തന്നിരിക്കുന്നത്? തുമ്പപ്പൂവാണ് തന്നിരിക്കുന്നത്. ഇതാണ് തുമ്പപ്പൂ. അവിടെ തുമ്പപ്പൂ എന്താ പറയുന്നത്? പ്ലീസ് ഡോണ്ട് പ്ലക്ക് മൈ ഫ്ലവേഴ്സ്. എന്റെ പൂക്കൾ വലിക്കല്ലേ എന്ന് പറയാണ് അല്ലെ. വൈ ഡസ് ദിസ് പ്ലാന്റ് സേ നോട്ട് ടു like its flowers? What are the benefits of flowers? Who are benefited? List. അപ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ്, എന്തൊക്കെ ഗുണങ്ങളാണ് ഫ്ലവേഴ്സിനുള്ളത്, ആരൊക്കെയാണ് ഈ ഫ്ലവേഴ്സിന്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നവർ? ഹൂ ആർ ബെനിഫിറ്റഡ്, ആരൊക്കെയാണ് ആ ഗുണങ്ങൾ അനുഭവിക്കുന്നവർ? നമുക്കറിയാം പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ ആരുണ്ടാവും? ബീസ് അല്ലെ, തേനീച്ചകൾ ഉണ്ടാവും. ബീസ് ഗെറ്റ് ഹണി. തേനീച്ചകൾക്ക് തേൻ കിട്ടുന്നത് എവിടെ നിന്നാണ്? പൂക്കളിൽ നിന്നാണ് അല്ലെ. അപ്പോൾ ഒരു എന്താണ്, ആരൊക്കെയാണ്? ബീസിന് ഒരുപാട് ഉപകാരമാണ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ബീസിന് ഫുഡ് കിട്ടുന്നത് ഫ്ലവേഴ്സ് എന്നാണ്. പിന്നെയോ പിന്നെ ഫ്ലവേഴ്സ് വെച്ച് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, ഗുണങ്ങൾ വെച്ചാൽ ഫോർ ഡെക്കറേഷൻ ഒക്കെ നമ്മൾ ഫ്ലവേഴ്സ് ഉപയോഗിക്കും. വി ഗെറ്റ് പെർഫ്യൂംസ്. പല തരത്തിലുള്ള പെർഫ്യൂംസ് ഉണ്ടാക്കുന്നത് ഫ്ലവേഴ്സ് എന്നാണ്. ഇതൊക്കെ ഫ്ലവേഴ്സിന്റെ ഗുണങ്ങളാണ്. നെക്സ്റ്റ്, കുറെ തരത്തിലുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. രണ്ടെണ്ണത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട് അല്ലെ. ഒന്ന് ജാസ്മിൻ, മുല്ലപ്പൂവ്. പിന്നെ ഏതാ? പോർച്ചുലാക്ക, 10 മണിപ്പൂവാണിത്. രണ്ട് ഫ്ലവേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ബാക്കിയുള്ള ഫ്ലവേഴ്സിന്റെ പേര് ആദ്യം നമുക്ക് ഇവിടെ എഴുതാം. റോസ്, പിന്നെ ഏതാ? കണിക്കൊന്ന, സിനിയ, മാരിഗോൾഡ്. മാരിഗോൾഡ് എന്ന് വെച്ചാൽ നമ്മുടെ ചെണ്ടുമല്ലിയാണ്. Find out the names of flowers given in the picture and write them in the space provided. നമ്മൾ ചെയ്തു അല്ലേ, ആ ഫ്ലവേഴ്സിന്റെ പേര് എഴുതുക. How do they differ other than in smell, color and shape? Observe more flowers and write about them. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് ഒബ്സർവ് ചെയ്ത് ആ ഫ്ലവേഴ്സിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ടു. അപ്പോൾ എല്ലാ ചെടികളിലും ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ടോ? ഇല്ല അല്ലെ. ഫ്ലവേഴ്സ് ഉണ്ടാവാത്ത പ്ലാന്റ്സും ഉണ്ട്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഹാവ് യു സീൻ ദ പ്ലാന്റ്സ് ഗിവൺ ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിൽ കാണുന്ന പ്ലാന്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡു ദേ ബ്ലൂം? അതായത് ഈ പ്ലാന്റ്സിലെ പ്ലാന്റ്സ് പൂക്കാറുണ്ടോ? ഇതിലെ പൂക്കൾ വരാറുണ്ടോ? ഡു ഓൾ ദ പ്ലാന്റ്സ് ബ്ലൂം? എല്ലാ ചെടികളിലും പൂക്കൾ ഉണ്ടാവാറുണ്ടോ? അത് സെർച്ച് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് അതിന്റെ ആൻസേഴ്സ് ഈ ടേബിൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഈ ബോക്സ് വായിക്കുമ്പോൾ ദ മേജർ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ആർ റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. ഒരു ചെടിയുടെ മേജർ പാർട്ട് എന്ന് പറയുന്നത്
റൂട്ടും സ്റ്റെമ്മും ലീഫുമാണ്. അതായത് റൂട്ട് വേരും തണ്ടും ഇലകളുമാണ് ഒരു ചെടിയുടെ മേജർ പാർട്ട് എന്ന് പറയുന്നത്. ഫ്ലവേഴ്സ് ഡെവലപ്പ് അറ്റ് എ സ്റ്റേജ് ഓഫ് ദ പ്ലാന്റ്സ് ഗ്രോത്ത്. അപ്പൊ ചെടികളുടെ വളർച്ചയിലാണ് ആ ഒരു പ്ലാന്റ്സ് ഇങ്ങനെ ഗ്രോ ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, ഫ്ലവേഴ്സ് ഉണ്ടാവുക. ഫ്ലവേഴ്സ് ദെൻ ബിക്കേം ഫ്രൂട്ട്സ്. ആ ഫ്ലവേഴ്സ് ആണ് എന്തായി മാറുക, ഫ്രൂട്ട്സ് ആയി മാറുന്നത് അല്ലെ. പക്ഷേ എല്ലാ ചെടികളും പൂക്കാറില്ല. എല്ലാ ചെടികൾക്കും പൂവുണ്ടാവാറില്ല. ഓൾ പ്ലാന്റ്സ് ഡു നോട്ട് ബ്ലൂം. എല്ലാ ചെടികളും പൂക്കാറില്ല. ഓൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കേം ഫ്രൂട്ട്സ് ഓൾസോ. അതേപോലെ എല്ലാ പൂക്കൾ ഉണ്ടാകുന്ന എല്ലാ ചെടികളിലും പഴങ്ങൾ ഉണ്ടാവാറില്ല. ഓൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കേം ഫ്രൂട്ട്സ് ഓൾസോ. എല്ലാ പൂക്കളും പഴങ്ങളും ആവാറില്ല. നമുക്ക് നല്ല എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടാവും അല്ലെ. റോസ്, ഹിബിസ്കസ്, ഇതിലൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടാവാറുണ്ടോ? ഇല്ല. അതേസമയം നമ്മൾ മാംഗോ ട്രീ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ എന്താണ് ആദ്യം ഫ്ലവേഴ്സ് ഉണ്ടായിട്ട് അതിനുശേഷം എന്തുണ്ടാവുന്നത്, ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്. അപ്പൊ എല്ലാ ചെടികളും പൂക്കാറുമില്ല, എല്ലാ പൂക്കുന്ന ചെടികളിലും ഫ്രൂട്ട്സ് ഉണ്ടാവാറും ഇല്ല. നെക്സ്റ്റ്, have you seen plants growing in plants without sufficient water? What are their features? അപ്പൊ ഈ ചെടിന്റെ പേരെന്താണ്? അതായത് ഒരുപാട് നിറയെ വെള്ളമൊന്നും കിട്ടാത്ത സ്ഥലത്ത് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ചെടിന്റെ പേരാണ് കാക്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത, അതായത് നിറയെ വെള്ളമൊന്നും കിട്ടാതെ സ്ഥലങ്ങളിൽ വളർന്ന, ലൈക്ക് ഡെസേർട്ട് ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ചെടികളുടെ പ്രത്യേകതകളാണ് നമ്മളിവിടെ എഴുതുന്നത്. അതായത് കാക്ടസ് പ്ലാന്റ്, ഇത് നമ്മൾ ചിത്രത്തിൽ കാണുന്ന പ്ലാന്റ് ആണ് കാക്ടസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, leaves are reduced to spines to reduce water loss through transpiration. അതായത് ട്രാൻസ്പിറേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യന്റെ ചൂട് കാരണം വെള്ളം നീരാവിയായി പോകുന്നതാണ്. അങ്ങനെ ചെടികളിൽ ഒന്നാമത് വെള്ളം ഇല്ലാത്ത സ്ഥലത്താണ് വളരുന്നത്. അപ്പൊ അങ്ങനെ വെള്ളം നഷ്ടപ്പെടുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇതിലുള്ള ലീവ്സ് ഒക്കെ, ഇലകളെല്ലാം സ്പൈൻസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. സ്പൈൻസ് ആയിരിക്കും ഉണ്ടാവുക, കൂടുതൽ മുള്ളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് വെള്ളം വാട്ടർ ലോസ് തടയാൻ വേണ്ടിയിട്ടാണ്. വൈഡ് ആൻഡ് ഡീപ്പ് റൂട്ട് അബ്സോർബ് റെയിൻ വാട്ടർ ഓൺ ദ സർഫസ് ആൻഡ് റീച്ച് ദ അണ്ടർഗ്രൗണ്ട് ഡീപ്പ് വാട്ടർ. അതുകൊണ്ട് ഒരുപാട് വൈഡ് ആയിട്ട് ഡീപ്പ് ആയിട്ടുള്ള വേരുകളായിരിക്കും. അത് റെയിൻ വാട്ടേഴ്സ് സർഫസിൽ സാൻഡിന്റെ അല്ലെങ്കിൽ മണ്ണിന്റെ മേലുള്ള റെയിൻ വാട്ടേഴ്സ് അബ്സോർബ് ചെയ്യണു. അതേപോലെ വേരുകൾ ഒരുപാട് ആഴത്തിലേക്ക് പോയിട്ട് അണ്ടർഗ്രൗണ്ട് ഡീപ്പ് വാട്ടേഴ്സും വലിച്ചെടുക്കുന്നുണ്ട്. Fleshy and thick stem to store water and perfume photosynthesis. Waxy coating on the stem to retain water. അതുപോലെ അതിന്റെ സ്റ്റെം എങ്ങനെ, വളരെ ഫ്ലഷി ആൻഡ് തിക്കി ആയിട്ടുള്ള സ്റ്റെം ആണ്. ഓക്കെ, ഇത് നമ്മുടെ കാക്ടസ് പ്ലാന്റിന്റെ കുറച്ച് ഫീച്ചേഴ്സ്, അതായത് വെള്ളം അധികം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ വളരുന്ന പ്ലാന്റ്സിന്റെ ഒക്കെ ഫീച്ചേഴ്സ് ആണ്, ഇത് പ്രത്യേകതകളാണ്. അടുത്തത് നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി എല്ലാവരും കണ്ടിട്ടുണ്ടോ? എന്തായാലും കേട്ടിട്ടുണ്ടാവില്ലേ ഈ പേര്, നീലക്കുറിഞ്ഞി എന്നുള്ളത്. ആൻഡ് ദിസ് ഇസ് എ റെയർ പ്ലാന്റ് ദാറ്റ് ബ്ലൂംസ് വൺസ് ഇൻ 12 years. അപ്പൊ ഈ നീലക്കുറിഞ്ഞിയുടെ പ്രത്യേകത എന്താണ്? ഈ ചെടി 12 വർഷത്തിൽ ഒരിക്കലാണ് പൂക്കുക, അല്ല 12 വർഷത്തിൽ ഒരിക്കലാണ് അതിൽ പൂവ് വരിക അല്ലെ. വൺസ് ദ ഫ്ലവർ ബ്ലൂംസ് ഇറ്റ് വിൽ സ്റ്റേ വിത്തൗട്ട് വിതറിംഗ് ഫോർ അപ് ടു 3 months. അതായത് ഒരു തവണ അതില് എന്താണ്, വൺസ് ആണ് ഒരു ചെടികളിലും എന്തുണ്ടാവുക, ഫ്ലവേഴ്സ് ഉണ്ടാവുക. പിന്നെ എന്താണ്, ദേ ആർ ബ്ലൂ ഇൻ കളർ എന്തായിരിക്കും, പേര് തന്നെ അല്ല, നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് നീല കളർ ആയിരിക്കും. നീലഗിരി ഹിൽസ് ഗെറ്റ് ഇറ്റ്സ് നെയിം ഫ്രം ദ ഫ്ലവർ നീലക്കുറിഞ്ഞി. അപ്പൊ നീലക്കുറിഞ്ഞി പൂക്കൾ കൂടുതലായി കാണുന്നത് മൂന്നാറിലെ നീലഗിരി ഹിൽസിലാണ്. അതുകൊണ്ടാണ് അവിടെ ആ സ്ഥലത്തിന് ഇവിടെ ആ നീലക്കുറിഞ്ഞി പൂക്കുന്നത് കൊണ്ടാണ് ആ പേര് തന്നെ, ആ മലയ്ക്ക് അങ്ങനെ പേര് തന്നെ വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നീലക്കുറിഞ്ഞി എന്നാണ് ഈ പൂവിന്റെ പേര്. ഓക്കെ, അപ്പൊ 12 years വൺസ് പൂക്കുന്ന ഫ്ലവറിന്റെ പ്ലാന്റിന്റെ പേരാണ് നീലക്കുറിഞ്ഞി. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിന്റെ നമ്മൾ കുറേ തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ചെടികൾ പഠിച്ചു അല്ലെ. അപ്പൊ പ്ലാന്റ്സിന്റെ ബെനിഫിറ്റ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ചോദ്യം. ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, ദേ ഗീവ് ഷെയ്ഡ്. ഷെയ്ഡ് വെച്ച് തണല് തരുന്നത് അല്ലെ. ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഒരുപാട് തണല് കിട്ടും. ദേ ഗീവ് ഷെയ്ഡ്. വി ഗെറ്റ് ഓക്സിജൻ. പ്ലാന്റ്സിൽ നമുക്ക് ഒരുപാട് ഓക്സിജൻ കിട്ടുന്നു. ദേ ഗീവ് ഷെൽട്ടർ. ഒരുപാട് ജീവികൾക്ക് അത് ഷെൽട്ടർ ആണ്, അവരുടെ വാസസ്ഥലം കൂടിയാണ്. ദേ ഗീവ് ഫ്രൂട്ട്സ് അല്ലെ, ഫുഡ്. ഒരുപാട് ജീവജാലങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ഈ പ്ലാന്റ്സ്. നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുന്നത് പ്ലാന്റ്സ് നിന്നാണ്. പിന്നെ എന്തൊക്കെയാണ്, ഹെൽപ്പ് അസ് ടു ഗെറ്റ് ഫ്രഷ് എയർ. നമുക്ക് നല്ല ശുദ്ധവായു ലഭിക്കാൻ സഹായിക്കുന്നത് പ്ലാന്റ്സ് ആണ്. ഹെൽപ്സ് ടു പ്രിവെന്റ് സോയിൽ ഇറോഷൻ. അതുപോലെ ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് വഴി ഒരുപാട് നല്ല മഴയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന മണ്ണൊലിപ്പൊക്കെ തടയാൻ സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ തടയാൻ സഹായിക്കുന്നത് പ്ലാന്റ്സ് ആണ്. It is our duty to keep the earth green by planting and protecting plants. Don't you think so? അത് നമുക്കറിയാം, നമ്മുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ത്, നമ്മുടെ ഭൂമിയെ ഇതുപോലെ നിറയെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നിറയെ പ്ലാന്റ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും
ഡ്യൂട്ടി ആണ്, ഉത്തരവാദിത്തമാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? തീർച്ചയായിട്ടും അല്ലേ? ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ് ദ എർത്ത് ഗ്രീൻ ബൈ പ്ലാന്റിംഗ് ആൻഡ് പ്രൊട്ടക്ടിങ് ട്രീസ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ഡു അവർ ഡ്യൂട്ടി. തീർച്ചയായിട്ടും അത് നമ്മുടെ ഡ്യൂട്ടി ആണ്. ആരും ആ ഡ്യൂട്ടി ചെയ്യാൻ മറക്കരുത്. പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നശിപ്പിക്കുക അല്ലെങ്കിൽ ട്രീസ് ഒക്കെ വെട്ടി നശിപ്പിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്റർ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ് ലെറ്റ് ആസ് അസസ്. ഓക്കെ, നമുക്ക് ചാപ്റ്റർ എത്രത്തോളം മനസ്സിലായെന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമാണത്. Find out the names of the plants given below and write down the category in which they belong to. Identify more examples and note down their features. അപ്പോൾ 3 ചെടികൾ കണ്ടിട്ടില്ലേ? ആ 3 ചെടികളും പേരുകൾ എഴുതുക, അതിന്റെ പ്രത്യേകതകൾ കൂടെ ഇവിടെ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ചെടി കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? ഏതാ? തുമ്പ ചെടിയുടെ പ്രത്യേകത എന്താ? എ പ്ലാന്റ് വിത്ത് ഓൺലി വൺ കളർ ഫ്ലവർ. ഈ തുമ്പപ്പൂവിന് എന്താണ് വേറെ? ഇപ്പൊ നമ്മൾ റോസിന് റോസ് കളർ, റെഡ് കളർ, അങ്ങനെ വൈറ്റ് കളർ, അങ്ങനെ പല തരത്തിൽ കളർ ഉണ്ട് അല്ലെ? പക്ഷെ തുമ്പപ്പൂവിന് അങ്ങനെ പല കളറൊന്നുമില്ല, വൈറ്റ് കളർ മാത്രം, വൺ കളർ ഫ്ലവർ ആണ്. പിന്നെയോ സോഫ്റ്റ് സ്റ്റെം ആണ്, ലീവ് ഫോർ ഫ്യൂ ഇയേഴ്സ്, കുറച്ച് മാസം അല്ലെങ്കിൽ കുറച്ച് വർഷം അത്രയ്ക്ക് ജീവിക്കുള്ളൂ. പിന്നെ റോസ് ആണെങ്കിലോ, റോസ് പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? ഹാർഡ് സ്റ്റെം, കട്ടിയുള്ള തണ്ടായിരിക്കും. ഫ്ലവേഴ്സ് ഇൻ ഡിഫറെന്റ് കളർ, പല കളറിലെ ഫ്ലവേഴ്സ് കാണാൻ പറ്റും. ലീവ് ഫോർ ലോങ് ഇയർ, കുറച്ച് വർഷം അത് ജീവിക്കും. നല്ലപോലെ നോക്കുകയാണെങ്കിൽ പ്ലാന്റ് ഉണ്ടാവും. പിന്നെ കോക്കനട്ട് ആണ്, വെരി ഹാർഡ് സ്റ്റെം ആണ്, ഗ്രോ വെരി ടോൾ, നല്ല ഹൈറ്റിൽ പോകുന്ന ഒരു പ്ലാന്റ് ആണ്, ട്രീ ആണ് കോക്കനട്ട്. ലീവ് ഫോർ മെനി ഇയേഴ്സ്, ഒരുപാട് വർഷം ജീവിക്കും. നെക്സ്റ്റ് കളർ ദ ഫ്ലവേഴ്സ് അപ്രോപ്രിയറ്റ്ലി. ഇവിടെ 3 ഫ്ലവേഴ്സ് തന്നിട്ടുണ്ട്. ആ 3 ഫ്ലവേഴ്സ് കറക്റ്റ് ആയിട്ട് കളർ കൊടുക്കുക. ആൻഡ് വൈ ഡിഡ് യു സെലക്ട് ദീസ് കളേഴ്സ്? കാറ്റഗറൈസ് ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ദാറ്റ് യു നോ ഇൻ ദ ഓർഡേഴ്സ് ഗിവൻ. അപ്പൊ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ലേ? പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ അല്ലേ? അപ്പൊ നമ്മള് ഇവിടെ 3 ചെടികൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 ചെടികൾ? ഒന്ന് ഹിബിസ്കസ് ആണ്, പിന്നെ ഒന്ന് ലോട്ടസ്, പിന്നെ ജാസ്മിൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് കളർ കൊടുത്തിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ വൺ കളർ, ഒരു കളറിൽ മാത്രം ഫ്ലവേഴ്സ് കാണുന്ന ചെടികളും പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെന്റ് കളേഴ്സ്, പല കളേഴ്സിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ചെടികളുമാണ് അവിടെ എഴുതേണ്ടത്. അപ്പൊ ഒരു നിറത്തിൽ മാത്രം കാണുന്ന പ്ലാന്റ്സ് തുമ്പ, ജാസ്മിൻ, കണിക്കൊന്ന, മുക്കുറ്റിയൊക്കെയാണ്. ഡിഫറെന്റ് കളേഴ്സിൽ കാണുന്നത് ഹിബിസ്കസ്, റോസ്, ലോട്ടസ്, മേരിഗോൾഡ് ഒക്കെ നമുക്ക് ഡിഫറെന്റ് കളേഴ്സിൽ കാണാൻ പറ്റും. And what about the growth of saplings that you planted? And draw picture and mark its parts. How does this plant benefit as an other organism? അപ്പൊ നമ്മൾ നമ്മുടെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഒരു ചെടി നടാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഒരു വിത്ത് ജെർമിനേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ ചെടി, ആ പ്ലാന്റിന്റെ ഗ്രോത്തിനെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത്. ആൻഡ് ആ പിക്ചർ വരയ്ക്കുക, അതിലെ പാർട്സ് അടയാളപ്പെടുത്താൻ. അപ്പൊ നമ്മൾ ചാപ്റ്ററിന്റെ യൂണിറ്റിന്റെ സ്റ്റാർട്ടിൽ നമ്മൾ ഒരു പ്ലാന്റ് വരച്ചിട്ട് പാർട്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ? അത് തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. ഹൗ ഡസ് ദിസ് പ്ലാന്റ് ബെനിഫിറ്റ് ആസ് ആൻ അതർ ഓർഗാനിസം? നമ്മൾ നട്ട ചെടി എങ്ങനെയാണ് നമുക്ക് ബെനിഫിറ്റ് ആവുന്നത്? നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് തരുന്നത്? മറ്റു ജീവജാലങ്ങൾക്ക്, മറ്റു ഓർഗാനിസത്തിന് എന്തൊക്കെ ഗുണങ്ങൾ തരുന്നു? ഫുഡ് കിട്ടുന്നുണ്ട്. അത് മറ്റു ഓർഗാനിസത്തിനായാലും ആ പ്ലാന്റിൽ നിന്ന് ഫുഡ് കിട്ടും. അതുപോലെ വി ഗെറ്റ് ഓക്സിജൻ കിട്ടുന്നു. ഗിവ് ഷെൽട്ടർ, വേറെ ജീവജാലങ്ങൾക്ക് ഷെൽട്ടർ ആവുന്നു. ഇതൊക്കെ പ്ലാന്റ്സിന്റെ കുറച്ച് ഗുണങ്ങളാണ് അല്ലെ? അടുത്തത് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ്. ഫൈൻഡ് ഔട്ട് എനി 5 plants in your surroundings and create their green card using the details given below. അപ്പോൾ നമ്മൾ ഗ്രീൻ കാർഡ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ആ ഗ്രീൻ കാർഡിൽ ഇതൊക്കെയാണ് എഴുതേണ്ടത്. എന്താ ചെയ്യാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഏതേലും 5 ചെടികളെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മളിവിടെ ഒരു ചെടിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, റോസിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നെയിം ഓഫ് ദ പ്ലാന്റിന്റെ നേർക്ക് നമ്മൾ എഴുതുന്ന ചെടിയുടെ പേര് എഴുതുന്നു. കാറ്റഗറി, അത് ഹെർബ് ആണോ, ഷ്രബ് ആണോ, ട്രീ ആണോ എന്ന് എഴുതുക. ഇവിടെ റോസ് പറയുന്നത് ഷ്രബ് ആണ്. ദ പാർട്ട് യൂസ്ഡ് ഫോർ പ്ലാന്റിങ്, അതായത് ചെടി നടാൻ നമ്മൾ ഏത് ഭാഗമാണ് അതിന് ഉപയോഗിക്കുക? സ്റ്റെം. ഫീച്ചേഴ്സ് ഓഫ് ദ ലീഫ് കാണാൻ എങ്ങനെയാണ്? ഓവൽ ഷേപ്പ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് ദ ഫ്ലവറിന്റെ ഒരു പ്രത്യേകത, മെനി പെറ്റൽസ്, ഒരുപാട് എതളുകൾ ഉണ്ടാവും. ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റെം എങ്ങനെയാ? ഹാർഡ് സ്റ്റെം വിത്ത് സ്പൈൻസ്, മുള്ളുകൾ ഉണ്ടാവും അല്ലെ? സ്പൈൻസ് വെച്ചാൽ മുള്ളുകൾ ഉണ്ടാവും. നമ്മളിത് ഒരു പ്ലാന്റിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ ഏതെങ്കിലും 5 ചെടികളെ കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത്. 5 ചെടികളുടെ ഗ്രീൻ കാർഡ് ഉണ്ടാക്കുന്നതാണ് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി. രണ്ടാമത്തെ, haven't you seen plants like hibiscus, rose and others with flowers of different colors in our surroundings? They are different varieties of same plant. Plant such kinds of plants in your biodiversity garden. അപ്പൊ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനില് ഹിബിസ്കസും റോസും അതുപോലെ പല നിറത്തില് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരുപാട് ചെടികൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പല വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് നടാനാണ് പറയുന്നത്. ചെടികൾ നട്ട് വളർത്താനാണ് നമ്മുടെ രണ്ടാമത്തെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ്, EVSലെ ഒന്നാമത്തെ യൂണിറ്റ്. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ EVS മാത്രമല്ല എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ് നമ്മൾ ടോപ്പേഴ്സ് വേൾഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. താങ്ക് യു.